ഇത് റബ്ബർ ഷീറ്റാണ്. നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ആളുകൾ റബ്ബർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കിടിലൻ ഒരു കണ്ടുപിടുത്തം നമ്മുടെ മനോജ് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പം മനോജ് ചേട്ടനോട് നമുക്ക് ആ ഒരു ഐഡിയ എന്താണെന്ന് ചോദിക്കാം. അത് റബ്ബർ കർഷകർക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ചേട്ടാ, ഇത് സാധാരണയായിട്ട് റബ്ബർ ഷീറ്റ് ഉണക്കാനിടുക ഈ രണ്ട് സൈഡ് ഇങ്ങനെയുള്ള ഈ സെൻട്രലിലൂടെയാണ്. പക്ഷെ ഇവിടെ ഞാൻ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കാണുന്നത്. അതെന്തായിരുന്നു? ഇത് ഏകദേശം 2002 ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഐഡിയയാണ്. അന്ന് എനിക്ക് റബ്ബർ ഉണ്ടായിരുന്നു. അപ്പോൾ പോപ്പരയിലാണെങ്കിലും വെയിലത്താണെങ്കിലും ഷീറ്റ് മറിച്ചിടണം. അതിൻ്റെ ഞാനും കൂടെ അതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ എനിക്കും ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ഇത് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ചെറിയ കൊളുത്താണ്. എസ് ഷേപ്പിലുള്ള ഈ ഹുക്കുകൾ നമ്മളന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹുക്കുകൾ ഉപയോഗിച്ച് ഷീറ്റിൻ്റെ ഏകദേശം 1.5 ഇഞ്ച് താഴെ ഇറക്കി 2 തുള ഇട്ടതിന് ശേഷം ഇതിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങൾ വളരെ ഏറെയാണ്. അതായത് അഴ നമ്മൾ തെക്ക് വടക്ക് ദിശയിൽ അഴ കെട്ടുവാണെങ്കിൽ ഉച്ചവരെ സൂര്യപ്രകാശം കിഴക്ക് നിന്നും ഉച്ച കഴിഞ്ഞ് സൂര്യപ്രകാശം പടിഞ്ഞാറ് നിന്നും വരുന്നതുകൊണ്ട് ഷീറ്റ് മറിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഷീറ്റ് ഇതിപ്പോൾ അടിച്ച് കിട്ടിയ ഷീറ്റ് കമ്പിയിൽ ഇട്ടതിൻ്റെ ഒരു പാട് മാത്രമാണിത്. അപ്പോൾ മറിച്ചിടാണ്ട് തന്നെ ഷീറ്റ് നമുക്ക് ഉണങ്ങിക്കിട്ടും. പോപ്പരയിലാണെങ്കിൽ നമുക്ക് ഷീറ്റ് അഴയിൽ നിന്ന് മാറി ഇങ്ങനൊരു പ്രത്യേക രീതിയിലൊരു 2 കമ്പിയിൽ 10 mm കമ്പിയിൽ നമ്മളിങ്ങനെ പുറകെ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് കൂടുതൽ എണ്ണം ഷീറ്റുകളും നമുക്ക് ഇടാൻ പറ്റും. പോപ്പരയിലും ഷീറ്റ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ട് മറിച്ചിടേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അതിലെല്ലാം ഉപരി ഷീറ്റ് ഉണങ്ങാനിട്ടേക്കുമ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ നമ്മളിതെല്ലാം എടുത്തു മാറ്റണം. പക്ഷേ ഈ രീതിയിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മഴ വരുന്ന സമയത്ത് നമ്മളിത് ഷെയ്ഡിൻ്റെ അടിയിൽ നിന്ന് കെട്ടിയിരിക്കുന്ന അഴയിലേക്ക് നമ്മളിതിങ്ങനെ നീക്കി മാറ്റിയിടാം. മാറിക്കിടന്നോളും. മഴ കഴിയുമ്പോൾ നമുക്ക് അതുമോണം തന്നെ അത് തിരിച്ചിറക്കിയിടാം. അപ്പം എന്തുകൊണ്ടും ഇത് ഭയങ്കര ഉപകാരമുള്ളതാണ്. കാരണം അധികവും കണ്ടിട്ടുള്ളത് മറ്റേ പഴയ രീതിയിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഓരിടുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ്. പക്ഷെ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ എല്ലാ സൈഡിലേക്കും നമുക്ക് വളരെ ഉണങ്ങാനും ഇത് കുറച്ച് വളരെ ഈസിയാണ്. കാരണം എന്ന് വെച്ചാൽ പിന്നെ അഴയിലുള്ള അഴുക്കുകളൊന്നും ഇത് പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്രേഡുള്ള ഷീറ്റുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ആകെ ഈ ഒരു ഹുക്ക് കയറുന്ന ഒരു ഹോള് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ആ ഹോളൊരു പ്രശ്നമല്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറിനകത്തുള്ള ഗ്രേഡ് തരംതിരിക്കുന്ന സമയത്ത് അതിൻ്റെ കരടുകളെല്ലാം വെട്ടിക്കളഞ്ഞിട്ടാണ് ഷീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഹുക്ക് കയറുന്ന ആ കുളത്തൊരു പ്രശ്നമല്ല. ഓക്കെ. ഇപ്പം സാധാരണ നമ്മൾ ആദ്യത്തെ രീതിയിൽ ഇത് ഉണക്കാൻ വെക്കുന്ന ഒരു സമയവും ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഉണക്കുന്ന സമയവും അത് തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ടോ? സമയത്തെ പറ്റി ഞാൻ അങ്ങനെ അത്ര സ്റ്റഡീഡ് അല്ലെങ്കിൽ കൂടി നമുക്കുണ്ടാകുന്ന കൺവീനിയൻസ് ഭയങ്കരമാണ്. കാരണം മഴ വരുമ്പോൾ എടുത്തു മാറ്റേണ്ട, ഓടിച്ച് മാറ്റിയാൽ മതി. മഴ കഴിയുമ്പോൾ തിരിച്ചിറക്കിയിടാം. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഷെയ്ഡിൻ്റെ അടിയിൽ നിന്ന് കെട്ടാൻ പറ്റില്ലെങ്കിൽ ഇവിടെ തന്നെ കൂട്ടിയിട്ടിട്ട് ഒരു ഷീറ്റ് ഇട്ട് മൂടിയാൽ മതി. ഒരു ഷീറ്റ് ഇട്ടിട്ടങ്ങ് മൂടി മഴ കഴിയുമ്പോൾ ഷീറ്റ് എടുത്തങ്ങ് മാറ്റിയാൽ മതി. നമ്മുടെ മഴ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ഷീറ്റുള്ള ആളാണെങ്കിൽ എടുത്തിടാൻ പാടാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വെയിലത്ത് നമ്മൾ മറിച്ചിടേണ്ട ആവശ്യമില്ല. പിന്നെ പോപ്പരയിലാണ് ഏറ്റവും പാട്. പുകയത്ത് പോയി നിന്നിട്ട് നമ്മൾ അത് എല്ലാം ഓരോന്നും എടുത്ത് മറിച്ചിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ. പിന്നെ പോപ്പരയിൽ ഉണങ്ങി കഴിഞ്ഞ ഷീറ്റ് തള്ളി ചേർത്തിട്ടതിന് ശേഷം പുതിയ ഷീറ്റുകൾ നമുക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ. അപ്പോൾ ഗ്രേഡുള്ള ഗുണനിലവാരമുള്ള ഷീറ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഈ മെത്തേഡ് ഭയങ്കര ഈസിയാണ്. അന്ന് ഇത് ജനം ഏറ്റെടുത്തൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞോളം മറ്റ് കൃഷികളിലേക്കും കാര്യങ്ങളിലേക്കും പോയതുകൊണ്ട് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്തില്ല. എൻ്റെ ഹുക്ക് നമ്മൾ ഉണ്ടാക്കി മനു ഹുക്സ് എന്ന പേരിൽ നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഡിമാൻഡ് വളരെ ഏറെയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മളത് കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും റബ്ബർ കർഷകർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കണ്ടുപിടുത്തം തന്നെയാണ് ചേട്ടൻ ചെയ്തത്. ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിനെ കൊണ്ടുള്ള നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്നൊക്കെ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു തന്നു. അപ്പം ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു പരീക്ഷണം തന്നെയാണിത്. അതെ, സിമ്പിളാണ്. ഇതിപ്പോൾ ഹുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞങ്ങളിത് ഡൈയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്ലെയർ ഉപയോഗിച്ച് വളച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്തതിന് ശേഷം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ ചേട്ടാ, താങ്ക് യു.